ഹലോ ഗൈസ്, നമുക്കിന്ന് നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് വേഗം തന്നെ ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയും സവാളയും ഉപ്പും ഇട്ട് നമുക്ക് വഴറ്റാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക്, കുരുമുളകും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതാ ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കാം. ഇനി നമ്മൾ നേരത്തെ ഇട്ട സവാള ബ്രൗൺ നിറമാകുമ്പോൾ ഈ അരപ്പും ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കാൻ വെക്കാം. അങ്ങനെയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇത് വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അതിനായി തേങ്ങ മിക്സിയിലടിച്ച് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം വെളിച്ചെണ്ണ ഇറങ്ങി വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കി ഒരു മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൊത്തത്തിൽ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂട്ടിച്ചേർത്ത് ഇളക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് ഈ അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 അടപ്പ് വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. സിന്തറ്റിക് വിനാഗിറാണ് ഇവിടെ ചേർക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന തവി ഏതാണോ അതിൻ്റെ അത്രയും തന്നെ വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം അരപ്പുമായി കൂടി ചേർന്ന് നല്ല കുഴമ്പ് രൂപത്തിലായി കഴിയുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ചാലും മതി. അങ്ങനെ നമുക്ക് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാകുമ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാലിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് താളിക്കാം. അപ്പോൾ താളിക്കാനായിട്ട് മുളക് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് താളിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും നമ്മുടെ നാടൻ കോഴിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ.